Hello, my dear little friends. Welcome to Mama Story Time, presented by Slice of Life. അപ്പോൾ നമ്മുടെ വിക്രമാദിത്യ ആൻഡ് വേതാൾ സ്റ്റോറീസ് ഒരു 4-5 സ്റ്റോറീസ് ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പം നമ്മുടെ വിക്രമാദിത്യ ഓരോ സ്റ്റോറി പറയും, നമ്മുടെ വേതാളി സ്റ്റോറീസ് എല്ലാം കേൾക്കും, എന്നിട്ട് അവസാനം ഒരു ചോദ്യം ചോദിക്കും. നമ്മുടെ കിങ് അതിൻ്റെ റൈറ്റ് ആൻസർ പറയും, വേതാൾ തിരിച്ചു പറഞ്ഞ് നമ്മുടെ പീപ്പാൽ ട്രീയിലേക്ക് പോകും. This has been continuing in our past 4 to 5 stories. പിന്നെ എഗെയിൻ വിക്രമാദിത്യ പോയി നമ്മുടെ വേതാളിനെ ആ ട്രീന്ന് പറിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പുറത്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സോ ദ വേതാൾ സ്റ്റാർട്ടഡ് റിസൈറ്റിംഗ് ഹിസ് another സ്റ്റോറി. അപ്പോൾ അടുത്ത സ്റ്റോറി എന്താണെന്ന് കേൾക്കണ്ടേ? കിങ് മഹേന്ദ്രാസ് ജസ്റ്റിസ്. അതാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര് കേട്ടോ. കിങ് മഹേന്ദ്രാസ് ജസ്റ്റിസ്. Once upon a time, in the kingdom of Varanasi, ruled a king called Mahendra. വാരണാസി എന്ന് പറഞ്ഞൊരു കിങ്ഡം റൂൾ ചെയ്തിരുന്ന രാജാവിൻ്റെ പേരെന്താണ്? മഹേന്ദ്ര. ഹീ വാസ് എ നോബിൾ കിങ്. നോബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോബിൾ അതായത് വെരി നോബിൾ, വെരി എ പേഴ്സൺ ഹാവിങ് എ വെരി ഗുഡ് ക്വാളിറ്റീസ്. നോബിൾ പേഴ്സൺ വിത്ത് മോറൽ, എ പേഴ്സൺ ഹാവിങ് ലോട്ട്സ് ഓഫ് മോറൽ വാല്യൂസ്. നല്ല നേച്ചറുള്ള നോബിളായിട്ടുള്ള ഒരാൾ. The king was very noble. A man of principle, he had high regards for moral values. His subjects regarded him as an able ruler and loved him for his generosity. അപ്പോൾ ഈ കിങ്ങിൻ്റെ രാജ്യത്തുള്ള എല്ലാവർക്കും ജനറോസിറ്റി മീൻസ് വെരി കൈൻഡ്. ഓക്കെ, അപ്പോൾ കൈൻഡായിരുന്നു, വളരെ നോബിൾ, നല്ല ക്വാളിഫൈഡ്, നല്ല മോറൽ, നല്ല വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നൊരു കിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാജാവിൻ്റെ രാജ്യത്തെ എല്ലാവർക്കും എന്താണ്, ഈ കിങ്ങിനെ വലിയ ഇഷ്ടമാണ്. In that same city there lived a merchant called Dhanamalya. He was famous far and wide for his trading skills and enormous wealth. അപ്പം നമ്മുടെ ഈ സെയിം രാജ്യത്ത് തന്നെ ആര് ജീവിച്ചിരുന്നു? ഒരു ചെറിയ മെർച്ചൻ്റ് കേട്ടോ. ആ മെർച്ചൻറ്റിൻ്റെ പേരാണ് ധനമാല്യ. ഹി വാസ് ഫേമസ് ഫാർ ആൻഡ് വൈഡ് ഫോർ ഹിസ് ട്രേഡിങ് സ്കിൽസ്. അപ്പോൾ ഭയങ്കര നല്ല ട്രേഡിങ് സ്കിൽസ് ഉള്ളൊരു മെർച്ചൻ്റാണിത്. Dhanamalya had a young daughter. People said she was so beautiful that even the maidens in heaven were jealous of her. അപ്പം എന്താ പറയുക? മെയ്ഡൻസ് മീൻസ് എന്താ? മെയ്ഡൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കല്യാണം കഴിക്കാത്ത അൺമാരീഡ് ആയിട്ടുള്ള ലേഡീസിനെയാണ് നമ്മൾ എന്താ പറയുക? മെയ്ഡൻ എന്ന് പറയുക. അപ്പോൾ ഈ ഹെവനിലെ മെയ്ഡൻസ് പോലും, ഹെവൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, നമ്മൾ വിചാരിക്കുന്ന ഹെവൻ ഇസ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ് പ്ലേസ് എന്നാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ മെയ്ഡൻസ് പോലും ജെലസ് ഓഫ് ഹർ ബ്യൂട്ടി എന്നാ പറയുന്നത്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മുടെ ധനമാലിയുടെ ഡോട്ടർ. Her long hair was as black as the dark night and her skin was as smooth as white milk. They also said her nature was as gentle as deer. അപ്പോൾ എന്താ പറ്റിയേ? ഈ ഡോട്ടറിന് നല്ല ബ്യൂട്ടിഫുള്ളാണ്, ലോങ് ഹെയർ ഉണ്ട്, നല്ല വൈറ്റ് മിൽക്കിൻ്റെ കളറാണ്, ആൻഡ് ഹർ ക്യാരക്ടർ ഇസ് ആസ് ജെൻറ്റിൽ എസ് ഡിയർ. ഭയങ്കര സോപ്പർ, നല്ല ഗുഡ് നേച്ചേർഡ് ലേഡി. ഓക്കെ, നെക്സ്റ്റ്. ഇൻ നോ ടൈം ദ കിങ് ഹേർഡ് ദീസ് റൂമേഴ്സ്. അപ്പം നമ്മുടെ കിങ് ഈ ധനമാലിയുടെ ഈ ഡോട്ടറിനെ പറ്റി കുറേ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. They are called rumors. He thought it's rumors because he don't know whether it's right or wrong. So he heard all these rumors about this young lady. He decided to marry this girl his people were talking about. But first he had to be sure that the girl was indeed beautiful and worthy. അല്ലേ, ആരെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്? ആരെങ്കിലും പേഴ്സണലി പോയി ചെക്ക് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. He sent for 2 of his trusted maid servants and ordered them, find out if she is really beautiful as people say. അപ്പം നമ്മുടെ രാജാവ് എന്ത് ചെയ്തു? കിങ്ങിൻ്റെ പേരെന്താണ്? കിങ് വാരണാസിയിലെ നമ്മുടെ കിങ്ങിൻ്റെ പേരെന്താണ്? മഹേന്ദ്ര. അപ്പോൾ ഈ മഹേന്ദ്ര എന്ന് പറഞ്ഞ കിങ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള 2 സെർവൻസിനെ വിളിച്ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ധനമാലിയുടെ വീട്ടിൽ പോയിട്ടൊന്ന് എൻഷുർ ചെയ്യണം. എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? ഈ ആൾക്കാരൊക്കെ പറഞ്ഞു നടക്കുന്ന പോലെ ഈ ലേഡി, ഈ ധനമാലിയുടെ ഡോട്ടർ ഈസ് ബ്യൂട്ടിഫുൾ, ഇത്രയും ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു ഡോട്ടറാണോ ഈ ധനമാലിയുടെ എന്ന് എൻഷുർ ചെയ്യാൻ പറഞ്ഞു. Judge her character and let me know if she is fit to be the queen. അപ്പോൾ കിങ്ങിനെ കല്യാണം കഴിച്ചാൽ പിന്നെ ഈ ലേഡി ആരാവും? ക്വീൻ ആവും.
ക്വീൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ക്വീൻ ആണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? നല്ല നല്ല നേച്ചർ ആവണം അല്ലേ, നല്ല നോബൽ ആവണം, ജെൻറ്റിൽ ആവണം, ജനറസ് ആയിരിക്കണം, അങ്ങനെ കുറേ ക്വാളിറ്റീസ് വേണം ഒരു ക്വീൻ ആണെങ്കിൽ. ക്വീൻ ആവാനുള്ള ക്വാളിറ്റീസൊക്കെ ഈ ധനമാലിയുടെ ഡോട്ടറിനുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ പറഞ്ഞു. ദ മെയ്ഡ് സെർവൻസ് ബോട്ട് ടു ദെയർ കിങ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ഇവരത് കിങ് പറയുന്ന കിങ്ങിൻ്റെ ഓർഡറൊക്കെ കേട്ടിട്ട് ഇവർ പോയി. Commanded by the king, the maid servants reached the merchant's house in disguise. Disguise എന്ന് പറഞ്ഞാൽ എന്താ? DISGUISE. ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേഷം മാറിപ്പോവുക. ഞാൻ കിങ്ങിൻ്റെ സെർവൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവർ ജസ്റ്റ് വേഷമൊക്കെ മാറി വേറെ ആളുകളെ പോലെ ആയിട്ട് ഇവർ പതുക്കെ പോവുകയാണ് ധനമാലിയുടെ വീട്ടിലൊക്കെ. They made an excuse to see his daughter. അപ്പോൾ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞ് ഈ ഡോട്ടറിനെ കാണാൻ പോയി. When she appeared before them, they were amazed by her beauty and charm. കണ്ടപ്പോഴും ഇങ്ങനെ ഇരിക്കണേ. She was so beautiful and charming. The first maid servant exclaimed, "Oh, what a beauty!" എന്താ പറഞ്ഞേ? ഓഹ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. The king must marry her. The second maid servant agreed. "You're right. I'm sure the king will not be able to take his eyes off her." അപ്പോൾ എന്തു പറഞ്ഞു? രണ്ടാമത്തെ ആള് ആദ്യത്തെ ആൾ പറഞ്ഞു, "വാവ്, വാട്ട് എ ബ്യൂട്ടി." സെക്കൻഡ് മെയ്ഡ് സെർവൻ്റ് എന്ത് ചെയ്തു? അയാളും പറഞ്ഞു, "ഐ എഗ്രി, ടോട്ടലി ഐ എഗ്രി." കിങ് ഒരു പ്രാവശ്യം ഈ ധനമാലിയുടെ ഡോട്ടറിനെ കണ്ടാൽ പിന്നെ കണ്ടെടുക്കാൻ പറ്റില്ല, അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. The second maid servant said, "Do you think if the king married her, she might get distracted from his duties?" അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് സെക്കൻഡ് മെയ്ഡ് സെർവൻറ്റിനൊരു ഡൗട്ട്. എന്താ ഡൗട്ട്? ഈ ലേഡീനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, കിങ് ഇങ്ങനെ അത് കണ്ടിങ്ങനെ ഇരുന്ന് പോവോ എന്നൊരു ഡൗട്ട്. അപ്പം നമ്മുടെ കിങ് ചെയ്യേണ്ട ഡ്യൂട്ടീസിൽ നിന്നൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവോ എന്നൊരു സംശയം. The first maid servants agreed. "Perhaps there are. This girl's beauty may bewitch our king and he might then neglect his people and his kingdom." Bewitch എന്ന് പറഞ്ഞാൽ എന്താ പറയുക? bewitch, delighted. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഒരാളെ കണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആവുക, ഡിലൈറ്റഡ് ആവുക കേട്ടോ, bewitch. അപ്പോൾ ഈ ഗേളിൻ്റെ ബ്യൂട്ടി കണ്ട് നമ്മുടെ കിങ് ഡിലൈറ്റഡ് ആയിട്ട് ബാക്കിയുള്ള നമ്മുടെ കിങ്ഡത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നുപോകും എന്നിവർക്കൊരു ഡൗട്ട്. So they decided never to tell the king how extraordinarily beautiful the girl was. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കിങ്ങിനോട് പറയണ്ട. എന്താ പറയണ്ട? ഈ ഗേൾ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയണ്ട. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്? ദേ ഗോയിങ് ടു ടെൽ എ ലൈ ടു ദെയർ കിങ്. പക്ഷേ റീസൺ എന്താ? ദേ ഡോണ്ട് വാണ്ട് ദെയർ കിങ് ടു ബി ഡിസ്ട്രാക്റ്റഡ്. അതാണ് റീസൺ. ഓക്കെ, ദ കിങ് പക്ഷേ കിങ് ട്രസ്റ്റഡ് ഹിസ് മെയ്ഡ് സെർവൻസ്. He was heartbroken. One day, അപ്പോൾ ഇത് കേട്ടപ്പോൾ കിങ്ങിന് ഭയങ്കര സങ്കടമായി. He was heartbroken. ഞാൻ കേട്ട ഈ റൂമേഴ്സ് എല്ലാം തെറ്റാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ കിങ്ങിന് ആകെ സങ്കടമായിട്ടോ. One day, Dhanamaliya himself approached the king with the proposal of marrying his daughter to him. But the king was so upset that he refused the proposal without a second thought. അപ്പോൾ ഒരു ദിവസം ഈ ധനമാലിയ തന്നെ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, "എൻ്റെ മോളെ കല്യാണം കഴിക്കാമോ?" എന്ന് ചോദിച്ചു. പക്ഷേ രണ്ടാമതൊന്നും ആലോചിക്കാതെ നമ്മുടെ കിങ് പറഞ്ഞു, "നോ, ഐ ആം നോട്ട് ഗോയിങ് ടു മാരി ഹർ." എന്താ കാരണം? ഹീ ട്രസ്റ്റഡ് ഹിസ് മെയ്ഡ് സെർവൻസ്. അവർ പറഞ്ഞില്ലേ കൊള്ളത്തില്ല, നല്ല ക്യാരക്ടർ അല്ല എന്നൊക്കെ ഇവർ പോയി പറഞ്ഞു കൊടുത്തില്ലേ. അത് വെച്ചിട്ട് കിങ് ആ പ്രപ്പോസൽ ഒരു സെക്കൻഡ് തോട്ടിൽ അത് ഡിനൈ ചെയ്തു കേട്ടോ. ധനമാലിയ വാസ് സോ ഡിസപ്പോയിൻറ്റഡ്. ഹി ദെൻ അറേഞ്ച് ടു ഗെറ്റ് ഹിസ് ഡോട്ടർ മാരിഡ് ടു വൺ ഓഫ് ദി കിങ്സ് കോർട്ടിയേഴ്സ്. അപ്പോൾ എന്താ ചെയ്തേ? കിങ് സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ വേറൊരാളെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എല്ലാം ധനമാല റെഡിയാക്കി. ഡേയ്സ് പാസ്റ്റ്, ദ മാരേജ് ടുക്ക് പ്ലേസ് ആൻഡ് ലൈഫ് മൂവ്ഡ് ഓൺ. അപ്പോൾ എന്തു പറ്റി? അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ലേഡി, ഈ ധനമാലയുടെ ഡോട്ടറിൻ്റെ കല്യാണം കഴിഞ്ഞു. ആൻഡ് ദെൻ ലൈഫ് മൂവ്ഡ് ഓൺ. One day the king was passing by their courtier's house in his royal chariot. അപ്പോൾ ഒരു ദിവസം നമ്മുടെ കിങ് ഈ കോർട്ടിയേഴ്സിൻ്റെ വീട്ടിൽ അടുത്തൂടെ ഇങ്ങനെ പോവുക. എങ്ങനെയാണ് കിങ് പോകുന്നത്? റോയൽ ചാരിയറ്റ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു 2 വീലൊക്കെ ഉള്ള ഒരു വണ്ടിയുണ്ട്. അത് ആരായിരിക്കും അത് വലിച്ചുകൊണ്ട് പോകുന്നത്? ഹോഴ്സസ് ആവാം, ബുള്ളക്കാർഡ്സ് ആവാം. അങ്ങനെ ഹോഴ്സൊക്കെ നോർമലി വലിച്ചുകൊണ്ട് പോകുന്ന അത് രഥം എന്നൊക്കെ പറയാം. അങ്ങനത്തെ പണ്ട് നമ്മുടെ കിങ് റോയൽ ആൾക്കാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന
കാറൊന്നും ഇല്ലല്ലോ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റോയൽ ചാരിയറ്റ്. സഡൻലി ഹി സ്പോട്ടഡ് എ വുമൻ സ്റ്റാൻഡിങ് ഇൻ ദ വിൻഡോ. പെട്ടെന്ന് നോക്കിയപ്പോൾ ആ വിൻഡോയിലൊരു ബ്യൂട്ടിഫുൾ ലേഡി നിൽക്കുന്നത് ഈ കിങ് കണ്ടു കേട്ടോ. The woman was so beautiful that the king liked her at once. She was so beautiful. ആരാ വീട്ടിൽ നിൽക്കുന്നത് ഓർമ്മയുണ്ടോ? ആ കിങ്ങിൻ്റെ കോർട്ടിയറെ കല്യാണം കഴിച്ചത് ആരാ? നമ്മുടെ ധനമാലയുടെ ഡോട്ടർ. ഹി ആസ്ക്ഡ് ഹിസ് ചാരിയറ്റർ. ചാരിയറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചാരിയറ്റ് ഓടിക്കുന്ന ആളാണ്, ഈ റൈഡ് ചെയ്യുന്ന ആളാണ്, ചാരിയറ്റിൻ്റെ ഡ്രൈവറാണ് ചാരിയറ്റർ എന്ന് പറയുന്നത്. ഹൂ ഈസ് ദിസ് ലേഡി സ്റ്റാൻഡിങ് അറ്റ് ദ വിൻഡോ? ഐ ഹാവ് നെവർ സീൻ എനി വുമൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹർ. അപ്പോൾ പറയാണ് ഈ കോർട്ടിയറിൻ്റെ ഫ്രണ്ടിൽ ആ വിൻഡോയുടെ സൈഡിൽ നിൽക്കുന്ന ലേഡി ഏതാണ്? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ യുവർ മാജസ്റ്റി ദ ചാരിയറ്റർ റിപ്ലൈഡ്, ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് ദ റിച്ച് മെർച്ചൻറ്റ് ധനമാല്യ. ധനമാല്യ എന്ന് പറയുന്ന റിച്ച് മെർച്ചൻറ്റിൻ്റെ ഒരേ ഒരു മോളാണ് ഈ കാണുന്ന ലേഡി. പീപ്പിൾ സേ ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഈവൻ ദ മെയ്ഡൻസ് ഓഫ് ഹെവൻ ആർ ജെലസ് ഓഫ്. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ ലേഡീസും കല്യാണം കഴിച്ചതും കഴിക്കാത്തതുമായ എല്ലാ ലേഡീസും ദേ ആർ ജെലസ് ഓഫ് ഹർ. ഷീ ഈസ് നൗ മാരീഡ് ടു വൺ ഓഫ് ദ കോർട്ടിയേഴ്സ് ഇൻ യുവർ കോർട്ട്. കിങ്ങിൻ്റെ കൊട്ടാരത്തിലെ തന്നെ ഒരാളെയോട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തേക്കാണ് ഈ ധനമാലയുടെ ഡോട്ടറിനെ. ഇത് കേട്ടപ്പോൾ എന്തു പറ്റി? ദ കിങ് വാസ് സോ ആംഗ്രി. നമുക്ക് കള്ളം പറഞ്ഞില്ലേ, കിങ്ങിന് മനസ്സിലായി എന്താ കാര്യം എന്ന്. If what you tell me is true, then it can only mean that the two maid servants had lied to me. കണ്ടുപിടിച്ചു, രാജാവ് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? കിങ് അത്രയും ട്രസ്റ്റ് ചെയ്തിരുന്ന 2 മെയ്ഡ് സെർവൻസ് കിങ്ങിനോട് കള്ളം പറഞ്ഞു. കിങ് അത് കണ്ടുപിടിച്ചു. When the 2 maid servants were brought to the king, they fell at his feet and begged for his mercy. എന്തു പറ്റി? 2 മെയ്ഡ് സർവീസിനെ അന്ന് വിട്ടില്ല അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ 2 പേരെയും കണ്ടുപിടിച്ച് വലിച്ചുകൊണ്ട് വന്നപ്പം അവർ നേരെ രാജാവിൻ്റെ കാലിലോട്ട് അങ്ങ് വീണു. എന്നിട്ട് എന്ത് പറഞ്ഞു? ബെഗ്ഡ് ഫോർ ഹിസ് മേഴ്സി. ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലീഡ് ചെയ്യുക. എന്തിനാ? മേഴ്സി മീൻസ് കൈൻഡ്നെസ്. ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളോട് കൈൻഡ് ആയിരിക്കണേ എന്ന് പറഞ്ഞ് അവർക്ക് അറിയാൻ തുടങ്ങിയിട്ട് അവർ പറയാണ്, they revealed their intentions to him, but the king did not pay any attention to them. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡോട്ടറിനെ കല്യാണം കഴിച്ചു, ലേഡീനെ കല്യാണം കഴിച്ചാൽ ഞങ്ങളുടെ കിങ് ഡിസ്ട്രാക്റ്റഡായി രാജ്യത്തിൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാതിരിക്കാമെന്നോ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. അവർ ഇൻറ്റൻഷൻ വാസ് സോ പ്യുവർ. ബട്ട് ദ കിങ് ഇതൊക്കെ കേട്ടോ, കിങ് വാസ് സോ ആംഗ്രി ദറ്റ് ഹി ഡിഡ് നോട്ട് ലിസൺ ടു ദോസ് വേർഡ്സ്. He ordered that both of them must be put to death immediately. എന്ത് പറഞ്ഞു? പണ്ടൊക്കെ അങ്ങനെയാ, ഒരു തെറ്റ് ചെയ്ത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പണിഷ്മെൻറ്റ് ഈസ് ഡെത്ത് പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഹി ഓർഡേർഡ് 2 പേരെയും കൊണ്ട് കൊന്നു കളഞ്ഞേക്കാൻ രാജാവ് ഓർഡർ ചെയ്തു. വിക്രമാദിത്യ റിപ്ലൈ. അതിന് മുന്നേ നമ്മുടെ ബേതാലി നമ്മുടെ സ്റ്റോറി കഴിഞ്ഞോട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റോറി. എന്താണ് ഇത്രയും ഈ പറഞ്ഞ നമ്മുടെ സ്റ്റോറി? അപ്പം വേതാൽ ചോദിക്കുകയാണ്, tell me, do you believe King Mahendra's decision to put those 2 women to death was justified? ശരിയാണോ? 2 സെർവൻസിനെ വിട്ടില്ലേ, ആ 2 സെർവൻസിനെ വിട്ട് അന്വേഷിപ്പിച്ച് അവർ കള്ളം പറഞ്ഞു എന്ന് രാജാവിന് മനസ്സിലായി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? അവരെ കില്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടു. അത് ശരിയാണോ അല്ലയോ? ഈസ് ദാറ്റ് റൈറ്റ്? ഈസ് ഹിസ് ഡിസിഷൻ റൈറ്റ് ഓർ റോങ്? അതാണ് നമ്മുടെ ബേതാലിൻ്റെ ക്വസ്റ്റ്യൻ. വിക്രമാദിത്യ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിയാണോ? 2 പേരോട് നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നും, ഓ ശരിയാണല്ലോ, അവർ നല്ലൊരു ഇൻറ്റൻഷന് വേണ്ടിയല്ലേ ചെയ്തത്. കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും? ഹീ ട്രസ്റ്റഡ് ദം സോ മച്ച് അല്ലേ? ആ ട്രസ്റ്റ് കളഞ്ഞില്ലേ? അപ്പം 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ആകെ കൺഫ്യൂഷൻ. നമുക്ക് കേൾക്കാം എന്താ നമ്മുടെ വിക്രമാദിത്യ പറഞ്ഞത്. വിക്രമാദിത്യ റിപ്ലൈഡ്, എ സെർവൻറ്റ്സ് ഡ്യൂട്ടി ഈസ് ടു ഒബേ ഹിസ് മാസ്റ്റർ. കേട്ടല്ലോ, ഒരു സെർവൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു ഒബേ ഹിസ് മാസ്റ്റർ. ഇറ്റ് വാസ് റൈറ്റ് ദാറ്റ് ദ മെയ്ഡ് സെർവൻറ്റ്സ് ബി പണിഷ്ഡ്. റൈറ്റ് ആണ്. ഇറ്റ് വാസ് ദെയർ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ടു ദ കിങ് ഓഫ് വാട്ട് ദേ ഹാഡ് സീൻ. എന്താണോ കണ്ടത് അത് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. ദേ ഹാഡ് ഫെയിൽ ടു ഡു ഇറ്റ്. അവരത് ചെയ്യാൻ തെറ്റ് ചെയ്തു. ഹൗവെവർ their intentions were for the well-being of the king and the kingdom. എന്നാൽ പോലും അവരുടെ ഇൻറ്റൻഷൻ, അവരെന്തെങ്കിലും ഒരു ഈവൽ ഇൻറ്റൻഷനിലാണോ അവർ ചെയ്തത്? അങ്ങനെയല്ല ചെയ്തത്. അവരെന്തിനാണ് ചെയ്തത്? their intention was pure.
Their intention was to save the people in the kingdom, not to distract the king from his duties. അതായിരുന്നു രണ്ട് ഇൻറ്റൻഷൻസ്. Their act was selfless. അവർ സെൽഫിഷായി ആക്ട് ചെയ്തില്ല, അവർ സെൽഫ്ലെസ് ആയിരുന്നു. In light of this, it was not justified that the king had put them to death. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കായിരുന്നു, പക്ഷേ ഡെത്ത് പണിഷ്മെൻറ്റ് ഈസ് എൻ അൾട്ടിമേറ്റ് പണിഷ്മെൻറ്റ്. അത്ര അൾട്ടിമേറ്റ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ദാറ്റ്സ് നോട്ട് എ റൈറ്റ് ഡെസിഷൻ. ബേതാൽ വിസ്പേർഡ്, ബ്രേവ് കിങ്, യു റൈറ്റ് അഗെയിൻ. ശരിയല്ലേ അല്ലേ? അവരുടെ ഇൻറ്റൻഷൻ കുറച്ച് നല്ലതല്ലായിരുന്നു. അപ്പം പണിഷ്മെൻറ്റ് കൊടുക്കാം, വല്ല ചെറിയ പണിഷ്മെൻറ്റൊക്കെ, പക്ഷേ നമുക്ക് ഇത് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്ത് ഡെത്ത് പണിഷ്മെൻറ്റ് ശരിയല്ല. അപ്പോൾ ഇത് കേട്ട ബേതാൽ എന്ത് ചെയ്തു? ഹി ഗ്ലൈഡഡ് വിത്ത് ദ വിൻഡ് ടുവേഴ്സ് ദ പീപ്പാൾ ട്രീ. ഗ്ലൈഡഡ് മീൻസ് സ്മൂത്തായിട്ട് ഫ്ലോയിൽ ഇങ്ങനെ പറന്നങ്ങ് പോയി. എങ്ങോട്ടാണ് പോയത്? പീപ്പാൾ ട്രീയുടെ മേളിൽ പോയി താലയും കുത്തി അവിടെ തൂങ്ങി കിടക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മുടെ സ്റ്റോറി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റോറി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ വേർഡ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വേർഡ് ഇസ് മെയ്ഡൻ. മെയ്ഡൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺമാരിഡ് വുമൻ. MAIDEN, മെയ്ഡൻ കേട്ടോ. അൺമാരിഡ് വുമൻ എന്ന് പറയുന്നതാണ് മെയ്ഡൻ. സെക്കൻഡ് വേർഡ് ഇസ് ഡിസ്ഗൈസ്. ഡിസ്ഗൈസ് മീൻസ് എന്താണ്? നമ്മൾ എന്താ പറയുക? ഡിസ്ഗൈസ് ചെയ്യുക, വേറൊരാളുടെ പോലെ ആക്ട് ചെയ്ത്, നമ്മൾ ഈ വേഷം മാറി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മുടെ അപ്പിയറൻസൊക്കെ മാറ്റി നമ്മൾ വേറൊരാളെ പോലെ, നമ്മളെ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ വേഷം മാറുന്നതിനാണ് എന്ത് പറയുക? ഡിസ്ഗൈസ്. DISGUISE, ഡിസ്ഗൈസ്. നെക്സ്റ്റ് വേർഡ് ഇസ് ബിവിച്ച്. ബിവിച്ച് മീൻസ് നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ബിവിച്ച് എന്താന്ന്? ബിവിച്ച് മീൻസ് ഡിലൈറ്റഡ്. അതിന് വേറൊരു ഇതും കൂടെ പറയാം, നമ്മൾ കാസ്റ്റ് എ സ്പെൽ ഓൺ സമ്മൺ എന്ന് പറയാം. അതായത് എനിക്ക് ഒരാൾ എന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പം എൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് നിങ്ങളെ ഞാൻ ആക്കും, അങ്ങനെ ഒരു ഈവിൾ ഐയോട് കൂടി ചെയ്യുന്നതിന് നമ്മൾ പറയും, ബിവിച്ച് എന്ന് പറയും. പക്ഷേ അതല്ലാതെ കാണുമ്പോൾ നമ്മൾ വി ആർ സോ ഡിലൈറ്റഡ് ടു സീ സംവൺ, ആ ഒരു മീനിങ്ങും ബിവിച്ച് എന്ന് പറഞ്ഞ വേർഡിനുണ്ട് കേട്ടോ. BEWITCH, ബിവിച്ച്. ചാരിയറ്റ് മീൻസ് നമ്മൾ പറഞ്ഞല്ലോ 2 വീലൊക്കെയുള്ള ഹോഴ്സൊക്കെ, ഒരു നമ്മളെ ഹോഴ്സൊക്കെ വലിച്ചു പുള്ളി ചെയ്തുകൊണ്ട് പോകുന്ന കാട്ടിനാണ് 2 വീൽ വെഹിക്കിൾ ഡ്രോൺ ബൈ ഹോഴ്സസ്. അതാണ് CHARIOT, ചാരിയറ്റ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് ഗ്ലൈഡഡ്. ഗ്ലൈഡഡ്, GLIDED. ഗ്ലൈഡഡ് മീൻസ് മൂവ് വിത്ത് എ സ്മൂത്ത് ക്വൈറ്റ് കണ്ടിന്യൂസ് മെത്തേഡ്. അത് പറന്നിങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പറന്നു പോകും, അതിനാണ് ഗ്ലൈഡഡ് എന്ന് പറയുക കേട്ടോ. ഗ്ലൈഡഡ്, സ്മൂത്ത് മൂവ്മെൻറ്റ്, അതിനാണ് ഗ്ലൈഡഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ 5 വേർഡ്സും അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളുടെ വിക്രമാദിത്യ ബേതാൽ സ്റ്റോറീസിൻ്റെ 1 more episode we are done. So hope everyone watched the episode, hope everybody enjoyed. Thank you so much for watching, and this is Surya signing off from Mama Story Time. So till we meet next time, bye. So marakanda endukya, like, share, subscribe.